Good morning. Let us start our new topic with nuclear reactions. നമുക്കറിയാം ഒരു ന്യൂക്ലിയസ് എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ന്യൂക്ലിയോൺസ് എന്ന് പറയാം അല്ലേ? ന്യൂക്ലിയോൺസ് ഏതൊക്കെയാണ് ന്യൂക്ലിയോൺസ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ന്യൂക്ലിയോൺസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? രണ്ട് അറ്റോമിക് ന്യൂക്ലിയൈ അടുത്ത് വരുമ്പോൾ, ഇപ്പം രണ്ട് അറ്റോമിക് ന്യൂക്ലിയൈ, രണ്ട് പാർട്ടിക്കിൾസ് ആകാം അല്ലെങ്കിൽ രണ്ട് ന്യൂക്ലിയസ് അറ്റോമിക് ന്യൂക്ലിയസ് അടുത്ത് വരുമ്പോൾ അത് തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അത് കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കാറ്റർ ചെയ്യാം അല്ലേ? അപ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കാം? പലതരത്തിലുള്ള സ്കാറ്ററിങ് ഫിനോമിനൻ നടക്കാം. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള 3 കേസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് സ്കാറ്ററിങ്, സെക്കൻഡ് വൺ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്, and third one nuclear reactions. അപ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ അടുത്ത് വന്നാൽ അല്ലെങ്കിൽ അത് തമ്മിൽ ബോംബാർഡ് ചെയ്താൽ മാത്രം അത് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ആവുകയില്ല. ഒരു റിയാക്ഷൻ ന്യൂക്ലിയർ റിയാക്ഷൻ ആകുന്നത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഒബേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്താണ്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അതിനുശേഷം ന്യൂക്ലിയർ റിയാക്ഷൻസിലേക്ക് പോകാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്താണെന്ന്. നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്? എന്തായിരിക്കും? അതായത് ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിന്റെ പ്രത്യേകത ഇൻസിഡന്റ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കണം. അവിടെ ആ റിയാക്ഷൻ നടക്കുമ്പോഴും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ, ഇങ്ങനെയുള്ള സ്കാറ്ററിങ്ങിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ബോംബാർഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ന്യൂക്ലിയസ് ഒരു വലിയ പാർട്ടിക്കിളിന്റെ ന്യൂക്ലിയസ്. ഓക്കെ, ഈ ചെറിയ ന്യൂക്ലിയസിനെ സാധാരണഗതിയിൽ നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയും. അത് ഹൈ എനർജി പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായിരിക്കും വന്ന് കൊളൈഡ് ചെയ്യുന്നത്, ബോംബാർഡ് ചെയ്യുന്നത്. ഏതില്? ഈ വന്ന് ബോംബാർഡ് ചെയ്യുന്ന വലിയ പാർട്ടിക്കിളിനെ നമ്മൾ ടാർഗറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ വലിയ ടാർഗറ്റ് പാർട്ടിക്കിളിലേക്ക് ഒരു പ്രൊജക്ടൈൽ വന്ന് ബോംബാർഡ് ചെയ്യുകയാണ് ചെയ്യുക, വന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇത് ഒരു പാർട്ടിക്കിൾ ഇജക്റ്റ് ചെയ്യും, ഒന്നോ അതിലധികമോ പാർട്ടിക്കിൾസ് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ, ഫസ്റ്റ് കേസിൽ ഒരു പ്രൊജക്ടൈൽ ഒരു ടാർഗറ്റിൽ വന്നിടിക്കുമ്പം നമുക്ക് തിരിച്ചു കിട്ടുന്നത് ടാർഗറ്റും പ്രൊജക്ടൈലും തന്നെ അതുപോലെ ഇജക്റ്റ് ചെയ്തു. ഓർ ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ ഇസ് ദ സെയിം. അതായത് പ്രൊജക്ടൈൽ എ വന്ന് കൊളൈഡ് ചെയ്താൽ അതേ പ്രൊജക്ടൈൽ തന്നെ നമുക്ക് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ ആയിട്ട് കിട്ടി. ടാർഗറ്റ് ന്യൂക്ലിയസിന്റെയും ന്യൂക്ലിയോൺ സ്ട്രക്ചറിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള സ്കാറ്ററിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്. That is, in elastic scattering, incident and outgoing particles are same. Incident particle outgoing particle same ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഒബേ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള സ്കാറ്ററിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇലക്ട്രോൺ കൊളീഷൻ. ഒരു ഇലക്ട്രോൺ ഒരു കാർബൺ 612 വന്ന് കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആണ് പ്രൊജക്ടൈല്, കാർബൺ 612 എന്ന് പറയുന്നത് ടാർഗറ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് തിരിച്ച് കാർബൺ 6 തന്നെ വീണ്ടും ഒരു ഇലക്ട്രോൺ ആയിട്ട് തന്നെ തിരിച്ചു കിട്ടുന്നു. ഈ റിയാക്ഷനിൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ദ ഔട്ട്കമിങ് ആൻഡ് കൊളൈഡിങ് പാർട്ടിക്കിൾസ് ആർ സെയിം. സോ ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഓക്കെ, അനദർ എക്സാമ്പിൾ, ഒരു യുറേനിയം 238 92.
അതിലേക്ക് ഒരു ന്യൂട്രോൺ വന്ന് ബോംബാർഡ് ചെയ്യുന്നു. ന്യൂട്രോൺ വന്ന് ബോംബാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യുറേനിയം 23892 പ്ലസ് ന്യൂട്രോൺ. അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. ന്യൂട്രോൺ വന്ന് കൊളൈഡ് ചെയ്തു, ന്യൂട്രോൺ തന്നെ തിരിച്ചു കിട്ടി. പിന്നെ യുറേനിയം 238ഉം അത് തന്നെ സെയിം ആയിട്ട് നിന്നു. Then the particles are same and here also kinetic energy is conserved. അതുകൊണ്ട് ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, then next is inelastic scattering. എന്തായിരിക്കും inelastic scattering? ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് പോലെ തന്നെ ഇതിൻ്റെ അകത്തെ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. പക്ഷേ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേൺഡ്. അതാണ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റൈൽ പാർട്ടിക്കിൾ, അതായത് നേരത്തെ നമ്മൾ എഴുതിയ സെയിം എക്സാമ്പിൾ ആണെങ്കിൽ ഇതാ, ഓക്കെ, ഇത് പ്രൊജക്റ്റൈൽ ആണ്, ഇത് ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്. വീണ്ടും അത് വന്ന് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് തന്നെയാണ്, ഔട്ട് ഗോയിങ് പാർട്ടിക്കിളും എ തന്നെയാണ്. അപ്പൊ പാർട്ടിക്കിൾസ് ആർ സെയിം ബട്ട് ഹിയർ കൈനറ്റിക് എനർജി ഈസ് നോട്ട് ദ സെയിം. അതായത് ഈ പ്രൊജക്റ്റൈല് ഇതിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? എനർജി ട്രാൻസ്ഫർ ചെയ്യും. പ്രൊജക്റ്റൈലിൽ നിന്ന് എനർജി ഈ ടാർഗറ്റിന് കൊടുക്കും. അപ്പോൾ ടാർഗറ്റിന്റെ എനർജി എന്താവും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും. എക്സൈറ്റഡ് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ സ്റ്റാർ സിംബൽ യൂസ് ചെയ്യുക, അറിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ ഒന്ന് ടാർഗറ്റിൽ കൊളൈഡ് ചെയ്യുക, അപ്പോൾ ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ എനർജി എന്താവും? അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും. എന്നിട്ട് സെയിം പ്രൊജക്റ്റൈൽ തന്നെ ഔട്ട് ഗോയിങ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള സ്കാറ്ററിംഗ് ആണ്. അതായത് കൊളൈഡ് ചെയ്യുന്നത് സെയിം പാർട്ടിക്കിൾ ആണ്, ബട്ട് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേൺഡ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗിന് ഒരു എക്സാമ്പിൾ എഴുതാം. ന്യൂട്രോൺ, നമുക്ക് ന്യൂട്രോണിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെയാണ്. ഇതറിയാമോ? ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 1, അതിന്റെ അറ്റോമിക് നമ്പർ Z 0 ആണ്, പ്ലസ് ലെഡ്, അതൊരു ലെഡുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു, 208, ലെഡ് 208. ലെഡിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 82. ഓക്കെ, ഈക്വൽ ടു, അപ്പൊ എന്തായിരിക്കും കിട്ടുക? ദ ടോട്ടൽ മാസ് നമ്പർ 208 പ്ലസ് 1 209 അല്ലെ? പിന്നെ ലെഡ് 82 പ്ലസ് 0 82. അപ്പൊ ഇവിടെ കിട്ടുന്ന പാർട്ടിക്കിൾസ് പ്രോഡക്റ്റിന്റെ എല്ലാം മാസ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 208 പ്ലസ് 1 209 കിട്ടണം, താഴത്ത് 82 കിട്ടണം. അപ്പൊ ഇത് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന പാർട്ടിക്കിൾ സെയിം ആയിരിക്കും. അതായത് N01 തന്നെ കിട്ടും അല്ലെ? ഇവിടെ അപ്പൊ എത്ര കിട്ടണം? ഇവിടെ 208, താഴത്ത് 82, അതായത് ലെഡ് തന്നെ നമുക്ക് കിട്ടി. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? സെയിം പാർട്ടിക്കിൾ കിട്ടും, പക്ഷെ എന്തായിരിക്കണം? എനർജി ഡിഫറെന്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ലെഡ് കിട്ടി. പക്ഷേ എക്സൈറ്റഡ് സ്റ്റേറ്റ് എപ്പോഴും എന്ത് ചെയ്യും? അത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പൊ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉടനെ തന്നെ എന്ത് ചെയ്യും? അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അതായത് ലെഡ് 208 ആയിട്ട് തന്നെ മാറും. ആൻഡ് ഇജക്ട് എ ഗാമാ റേ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? അതായത് ഹയർ എനർജി പാർട്ടിക്കിൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അതെന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഗാമ ഡികെ ആയിട്ടാണ്. ഒരു ഗാമ പാർട്ടിക്കിളിനെ ഇജക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗാമ ഡികെ, എക്സൈറ്റഡ്, ഗാമ ഡികെ, ന്യൂട്രോണിന്റെ റെപ്രസെന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് ചോദിച്ചേക്കണം. ദെൻ നെക്സ്റ്റ്, മൂന്നാമത് നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് കഴിഞ്ഞു, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് കേസിലും നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? അതിന്റെ സെയിം പാർട്ടിക്കിളാണ് കൊളൈഡ് ചെയ്യുക. പ്രൊജക്റ്റൈലും സെയിം ആണ്, ഔട്ട്കമിങ് പാർട്ടിക്കിളും സെയിം ആണ്. അപ്പൊ ഇനി ചില റിയാക്ഷൻസിന്റെ കേസിൽ പ്രൊജക്റ്റൈലും ഔട്ട്കമിങ് പാർട്ടിക്കിൾസും ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ന്യൂക്ലിയർ റിയാക്ഷൻസ്. ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്തെ പ്രൊജക്റ്റൈൽ പാർട്ടിക്കിൾസും ഔട്ട്കമിങ് പാർട്ടിക്കിൾസും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പ്രൊജക്റ്റൈല് അതൊരു ടാർഗറ്റ് ന്യൂക്ലിയസിൽ ഒന്ന് കൊളൈഡ് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് ബി എന്ന് പറയുന്ന വേറൊരു ഔട്ട്കമിങ് പാർട്ടിക്കിൾ ആണ് കിട്ടുക. അപ്പൊ അതോടൊപ്പം കിട്ടുന്നത് വൈ എന്ന് പറയുന്ന വേറെ ഒരു പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കോമ്പിനേഷൻ മാറി. അതായത് ഇത് ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്,
ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് എ പ്ലസ് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ബി ഗീവ്സ് വൈ പ്ലസ് ബി. അതായത് എ എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ ആണ്, എക്സ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്. അത് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ന്യൂക്ലിയസും കിട്ടി, പിന്നെ ബി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിക്കിളും കിട്ടി അല്ലെ. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റൈൽ അല്ല നമുക്ക് എന്തായിട്ട് കിട്ടിയത്, ഔട്ട്കമിങ് പാർട്ടിക്കിൾ ആയിട്ട് കിട്ടിയത്. അത് ഡിഫറൻ്റ് ആണ്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ഈ ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഓർ കോമ്പോസിഷൻ മാറി. അപ്പൊ ഇങ്ങനെ ഒരു ഇൻകമിങ് പാർട്ടിക്കിളും ഔട്ട് ഗോയിങ് പാർട്ടിക്കിളും ഡിഫറൻ്റ് ആയിട്ട് വരും. പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ കോമ്പോസിഷനും ചേഞ്ച് ചെയ്യും, ഓർ ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ അല്ലെങ്കിൽ ഇങ്ങനെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഓക്കെ, then the nuclear reactions are in which the incident and emergent particles are different. Okay, then there is a change in the nuclear composition or internal structure. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഒരു ന്യൂട്രോൺ 0,1 കൊളൈഡ് ചെയ്യുന്നു, ലെഡ് 208 82 gives ഒരു ഹൈഡ്രജൻ 1,1 എമിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും, ബാക്കി നമുക്ക് കിട്ടുന്ന താലിയം. അതായത് ഇത് ഇവിടെ 208 തന്നെ വരും, താഴത്ത് 82 പ്ലസ് 0 82. ഇവിടെ 81 വരാൻ പാടുള്ളൂ, കാരണം ഇവിടെ ഒരെണ്ണം ഓൾറെഡി ഇജക്ട് ചെയ്തു. അറ്റോമിക് നമ്പർ 81 ഉള്ളത്. അപ്പൊ ഇങ്ങനെ ബാലൻസ് ചെയ്ത് എഴുതാനും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ന്യൂട്രോൺ എന്ന് പറയുന്നത് 0,1 പ്ലസ് ലെഡ് 208 82 എന്ന് പറയുമ്പോൾ ഇതിന്റെ മാസ് നമ്പർ കണ്ടോ, 208 പ്ലസ് 1 209. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് ന്യൂക്ലിയസിലും 208 പ്ലസ് 1 209 വരണം. ഇവിടെ 0 പ്ലസ് 82 തന്നെ. ഇവിടെ ഓൾറെഡി 1 ഇജക്ട് ചെയ്തു, ബാക്കി 1 മൈനസ് ചെയ്തിട്ട് 81 വരാൻ പാടുള്ളൂ. അപ്പൊ 81 വരുന്ന അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ് ഏതാണെന്ന് നോക്കണം, അത് താലിയം. അങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് എഴുതുന്നത്, അത് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ ന്യൂട്രോൺ വന്ന് ലെഡിൽ ഇജക്ട് ചെയ്തപ്പോൾ നമുക്കൊരു താലിയവും പ്രോട്ടോണും കിട്ടി അല്ലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് incident particles and emergent particles are different. Also, the structure of the target nucleus is also different. അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഡിഫറെന്റ് ചെയ്ത് ന്യൂക്ലിയസ് വേറെ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ഈ റിയാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യുന്നത്. ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ. Disintegration reaction. Then second one is radiative capture. Third one is direct reactions. Fourth one, spontaneous decay. Fifth one, spallation reaction. Sixth one, high energy reaction. And the last one is heavy ion reactions. Okay, അപ്പോൾ ഇങ്ങനെയാണ് 7 രീതിയിൽ നമുക്ക് ജനറലി ഒരു ന്യൂക്ലിയർ റിയാക്ഷനെ 7 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ, ദെൻ സെക്കൻഡ് വൺ റേഡിയേറ്റീവ് ക്യാപ്ചർ, തേർഡ് വൺ ഡയറക്റ്റ് റിയാക്ഷൻ, ഫോർത്ത് വൺ സ്പോണ്ടേനിയസ് ഡീകേ, ഫിഫ്ത്ത് വൺ സ്പെല്ലേഷൻ റിയാക്ഷൻ,
then high energy reaction and heavy ion reaction. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ. ഈ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിനെ ഒരു ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഓർ പ്രൊജക്റ്റൈൽ വന്ന് ബോംബാർഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? നമുക്ക് മറ്റൊരു ന്യൂക്ലിയസും വേറൊരു ടാർഗറ്റ് ന്യൂക്ലിയസുമായിട്ട് ഇജക്ട് ചെയ്യണം. അതായത് നമ്മൾ എക്സാമ്പിളിൽ നേരത്തെയുള്ള എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു റിയാക്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റൈൽ വന്നിട്ട് ഒരു ടാർഗറ്റിൽ ഇൻസിഡന്റ് കൊളൈഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരു പ്രൊജക്റ്റൈലും ഇജക്ട് ചെയ്യാം. ഉണ്ടാകുന്ന ന്യൂക്ലിയസ് പ്രോഡക്റ്റ് ന്യൂക്ലിയസും വേറെ ആയിരിക്കണം. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ജനറലി ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷനെ നമുക്കിപ്പോൾ അറിയാം. എന്നാലും നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതാം. ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷന് ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷന് എക്സാമ്പിൾ റിയാക്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് ഒരു നൈട്രജൻ 14 എന്ത് ചെയ്യാം? ഒരു ഹീലിയം He4 കൊളൈഡ് ചെയ്യും. അപ്പോൾ ഒരു ഓക്സിജൻ 17 പ്ലസ് ഹൈഡ്രജൻ 1 ഓക്കെ. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുക. ഇതിൻ്റെ അകത്തെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ഹീലിയം ആണ്. ഔട്ട്കമ്മിങ് പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്, ഹൈഡ്രജൻ 1 ആണ്. ഇത് കൊളൈഡ് ചെയ്ത ടാർഗറ്റ് ന്യൂക്ലിയസ് നൈട്രജൻ ആണ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പുറത്ത് കിട്ടിയ എമർജിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ, ഇതിനെയാണ് നമ്മൾ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗാമ പാർട്ടിക്കിളും ആയിട്ട് അസോസിയേറ്റ് ചെയ്താണെങ്കിൽ, അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിളിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിൾ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഡിസ്ഇന്റഗ്രേഷൻ. ഫോട്ടോ ഡിസ്ഇന്റഗ്രേഷൻ അതായത് ഈ ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് കൊളൈഡിംഗ് പാർട്ടിക്കിൾ ഓർ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ഗാമ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ 1 കൊളൈഡ്സ് ഓൺ ഗാമ 1 ഓൺ ഗാമ റിയാക്ഷൻ ഗീവ്സ് ഹൈഡ്രജൻ 1 പ്ലസ് ന്യൂട്രോൺ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻ, അതായത് ഡിസ്ഇന്റഗ്രേഷൻ റിയാക്ഷൻ വിത്ത് ഗാമ പാർട്ടിക്കിൾ, കൊളൈഡിംഗ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിന്റെ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഗാമ ആണ്, ഗാമ റേസ് ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഇറ്റ് ഈസ് ഫോട്ടോ ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയി കാണും. ദെൻ നെക്സ്റ്റ് ഈസ് റേഡിയേറ്റീവ് ക്യാപ്ചർ. റേഡിയേറ്റീവ് ക്യാപ്ചർ എന്താണ്? റേഡിയേറ്റീവ് ക്യാപ്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഇത് ഒരു സിമ്പിൾ റിയാക്ഷൻ ആണ്. ഒരു ന്യൂക്ലിയസിൽ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിൽ ഒരു പ്രൊജക്റ്റൈൽ വന്ന് ബോംബാർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് നമുക്ക് പുതിയ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലായ ന്യൂക്ലിയസ് ഗാമ റേയെ ഇജക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേറ്റീവ് ക്യാപ്ചർ. ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ ക്ലിയർ ആവും. മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് 2612. ഓക്കെ. അതിൻ്റെ അകത്ത് അതിലേക്ക് ഒരു ഹൈഡ്രജൻ, ഒരു പ്രോട്ടോൺ വന്ന് കൊളൈഡ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? 26 പ്ലസ് 1 27. Find the atomic number mass number 27. Then 12 plus 1 30. അപ്പൊ ഏതായിരിക്കും അവിടെ ഫോം ചെയ്യുക? 30 എന്ന് പറയുമ്പോൾ അലൂമിനിയം. ബട്ട് ഈ അലൂമിനിയം ഇറ്റ് ഷുഡ് ബി ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആ അലൂമിനിയം എന്ത് ചെയ്യും? ഗാമ റേയെ ഇജക്ട് ചെയ്തുകൊണ്ട് 1327 തന്നെ, പക്ഷേ അതിന്റെ എനർജി എന്ത് ചെയ്യും? എനർജി ഇജക്ട് ചെയ്യും. ഗാമ റേ എനർജി ആയിട്ട് ഇജക്ട് ചെയ്യും. അപ്പൊ ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേറ്റീവ് ക്യാപ്ചർ. Then radiative capture, a particle combined with the nucleus to produce a new nucleus. A particle combined with the nucleus and a new nucleus is produced, and this is in excited state, and this eject a gamma ray photon and then transforms to ground state. This is called radiative capture. Okay, clear? Then next is അടുത്ത ഏതാണ്? റേഡിയേറ്റീവ് ക്യാപ്ചർ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് റിയാക്ഷൻസ്. ഓക്കെ. നമ്മൾ ഡയറക്റ്റ് റിയാക്ഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്.
ഈ ഡയറക്റ്റ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റിയാക്ഷൻസിൽ രണ്ട് തരം റിയാക്ഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രിപ്പിംഗ് റിയാക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പിക്കപ്പ് റിയാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സ്ട്രിപ്പിംഗ് റിയാക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പിക്കപ്പ് റിയാക്ഷൻ. ഈ രണ്ട് റിയാക്ഷനും പരസ്പരം ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ഈ സ്ട്രിപ്പിംഗ് ആൻഡ് പിക്കപ്പ് റിയാക്ഷനിൽ നടക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് ഒരു സ്ട്രിപ്പിംഗ് റിയാക്ഷൻ എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു പ്രൊജക്ടൈലും നേരത്തെ പോലെ തന്നെ ഒരു പ്രൊജക്ടൈലും ഒരു ടാർഗറ്റ് ന്യൂക്ലിയസും തമ്മിലുള്ള ബോംബാർഡ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ ടാർഗറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓക്സിജൻ 860 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിലേക്ക് ഒരു പ്രൊജക്ടൈൽ ദാറ്റ് ഈസ് ഹീലിയം He24 പ്രൊജക്ടൈൽ വന്ന് ബോംബാർഡ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അത് കൊളൈഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പുതിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫ്ലൂറിൻ 8,9,18 പ്ലസ് ഹൈഡ്രജൻ 1,2 അതായത് ഡ്യൂട്ടീരിയം അല്ലെ. നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ പ്രൊജക്ടൈലിൻ്റെത് 4 ആയിരുന്നു അതിന്റെ മാസ് നമ്പർ അല്ലെ. അപ്പൊ അതിൻ്റെ അകത്തെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതായത് ഈ 4 എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ, അതാണ് E4. അപ്പൊ ഈ ന്യൂക്ലിയോൺ പ്രൊജക്ടൈലിന്റെ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 4 ആയിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ അത് ഇജക്ട് ചെയ്തപ്പോൾ 2 എണ്ണവേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഇതിന്റെ അകത്ത് തന്നെ 2 ന്യൂക്ലിയോൺ എന്ത് സംഭവിച്ചു? അത് ഈ ടാർഗറ്റ് ന്യൂക്ലിയസിന് കൊടുത്തു അല്ലെ. ഇതിന്റെ അകത്ത് 2 എണ്ണം ടാർഗറ്റ് ന്യൂക്ലിയസിന് കൊടുത്തു. അപ്പോൾ ഈ പ്രൊജക്ടൈൽ പാർട്ടിക്കിളിന്റെ അകത്തുനിന്ന് ഇതിന്റെ അകത്ത് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ലോസ് ചെയ്തു. ഇതിന്റെ അകത്തുനിന്ന് നഷ്ടം വന്നു, ലൂസ് ചെയ്തു. അത് എന്തിനു കൊടുത്തു? അത് ടാർഗറ്റ് ന്യൂക്ലിയസ് ഗെയിൻ ചെയ്തു അല്ലെ. ഇങ്ങനെ പ്രൊജക്ടൈൽ ലോസസ് ഇലക്ട്രോൺ ആൻഡ് ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ഗെയിൻ ദ ഇലക്ട്രോൺ. അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിപ്പിംഗ് റിയാക്ഷൻ. ഓക്കെ, then in stripping reaction the projectile lose its nucleons and എന്ത് സംഭവിക്കും? ടാർഗറ്റ് ന്യൂക്ലിയസ് ഗെയിൻ ദ ന്യൂക്ലിയോൺസ്. എന്നിട്ട് എന്തായി മാറും? അത് പുതിയ ഒരു ന്യൂക്ലിയോൺ പുതിയ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു എലമെന്റ് ആയിട്ട് മാറുകയും ചെയ്യും. The next is pickup reaction. അപ്പോൾ പിക്കപ്പ് റിയാക്ഷൻ എന്തായിരിക്കും? പ്രൊജക്ടൈൽ ഗെയിൻ ദ ന്യൂക്ലിയോൺ. ഇതിൻ്റെ അകത്ത് പ്രൊജക്ടൈലിന് 2 നഷ്ടപ്പെടുന്നു, പക്ഷെ ഇവിടെ വരുമ്പോൾ പ്രൊജക്ടൈൽ ഗെയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പിക്കപ്പ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഹൈഡ്രജൻ 1 ഡ്യൂട്ടീരിയം എന്തുമായിട്ട്? ഓക്സിജനുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഓക്സിജൻ 15,8 അതായിരിക്കും ഫോം ചെയ്യുക പ്ലസ് ട്രിഷ്യം. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഡ്യൂട്ടീരിയം കൊളൈഡ് ചെയ്തു, ട്രിഷ്യം ഇജക്ട് ചെയ്തു. അതായത് ഇതിന്റെ ന്യൂക്ലിയോണിന്റെ എണ്ണം 2 ആണ്, ഇതിന്റെ ന്യൂക്ലിയോണിന്റെ എണ്ണം 3 ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോൺ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഇൻക്രീസ് ചെയ്തു. പുറത്തേക്ക് വന്നപ്പോൾ ഒരു ന്യൂക്ലിയോൺ ഇവിടെ കൂടി. എന്തില്? എമർജന്റ് ഈ പാർട്ടിക്കിളിലെ ഒരു ന്യൂക്ലിയോൺ കൂടി ഇൻസിഡന്റ് പാർട്ടിക്കിൾ പ്രൊജക്ടൈലിനെ അപേക്ഷിച്ച്. അതിന്റെ റീസൺ എന്താണ്? അത് ഇതിന്റെ അകത്തുനിന്ന് മീൻസ് ടാർഗറ്റ് ന്യൂക്ലിയയിൽ നിന്ന് ഒരു ന്യൂക്ലിയോൺ ഈ പാർട്ടിക്കിൾ ന്യൂക്ലിയസ് ഗെയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പിക്കപ്പ് റിയാക്ഷൻ. ഓക്കെ, ദെൻ സ്ട്രിപ്പിംഗ് റിയാക്ഷൻ ആൻഡ് പിക്കപ്പ് റിയാക്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഡിസിൻറ്റഗ്രേഷൻ പഠിച്ചു, റേഡിയേറ്റീവ് ക്യാപ്ചർ പഠിച്ചു, ഡയറക്റ്റ് റിയാക്ഷൻസ് പഠിച്ചു. ദെൻ നെക്സ്റ്റ് ഈസ് സ്പോണ്ടേനിയസ് ഡീകേ. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് ഡീകേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്പോണ്ടേനിയസ് ഡീകേ ഏതൊക്കെയാണ്? സ്പോണ്ടേനിയസ് ഡീകേ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. സ്പോണ്ടേനിയസ് ഡീകേ അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ സമയത്ത് ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ഇജക്ട് ചെയ്യുന്ന സ്പോണ്ടേനിയസ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സ്പോണ്ടേനിയസ് ഡീകേ അല്ലെ. അതായത് ആൽഫ പാർട്ടിക്കിൾ ഓർ ബീറ്റ പാർട്ടിക്കിൾസ് ആർ ഇജക്റ്റഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ഷൻ. ദീസ് റിയാക്ഷൻസ് ആർ കോൾഡ് സ്പോണ്ടേനിയസ് ഡീകേ. ഓക്കെ, ഇത് നമുക്ക് എക്സ്പെരിമെന്റലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ അല്ല, അൺകൺട്രോൾഡ് റിയാക്ഷൻസ് ആണ് അല്ലെ. These are called spontaneous decay. Spontaneous ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ. Then next is അടുത്ത എന്താണ്? Spallation reaction. Then what is spallation reaction? കേട്ടിട്ടുണ്ടോ spallation reaction? നമ്മൾ ഇനി അടുത്തത് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Spallation reaction. What is spallation reaction? എന്തായിരിക്കും ഈ സ്പെല്ലേഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു
റിയാക്ഷൻ, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ടാർഗറ്റ് പാർട്ടിക്കിളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊജക്ടൈലും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. ഇവിടെ എടുക്കുന്ന പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ന്യൂട്രോൺ ആണ് N01. അതൊരു ടാർഗറ്റ് പാർട്ടിക്കിളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. യുറേനിയം 92 235 ഒരു ടാർഗറ്റുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? തൽക്കാലം മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു, സിർക്കോണിയം 4098. ഓക്കെ, അത് വീണ്ടും എന്ത് ചെയ്യും? അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിട്ട് ഗാമ റേ ഇജക്ട് ചെയ്യുന്ന പ്രോസസ് അല്ല, അതിനെ നമ്മൾ റേഡിയേറ്റീവ് ക്യാപ്ചർ എന്ന് വിളിച്ചു. പക്ഷേ ഇവിടെ എക്സൈറ്റഡ് ആകാതെ തന്നെ മറ്റൊരു ന്യൂക്ലിയസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. എന്നിട്ട് ഇതിനെ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് ടെലൂറിയം എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് 136. ടെലൂറിയം 136 പ്ലസ് എന്തായിരിക്കും? ന്യൂട്രോൺ ആയിരിക്കും ഉണ്ടാകുന്നത്. എത്ര ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ റിയാക്ഷനിൽ നിന്ന്? പ്ലസ് ആണ്, സോറി, ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് അല്ല, സിർക്കോണിയം ഇത് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് അല്ല, സോറി. അതായത് ന്യൂട്രോൺ 01 ഒരു യുറേനിയം 235 ആയിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ZR പ്ലസ് TE പ്ലസ് ന്യൂട്രോൺ. ഇതിൻ്റെ അകത്ത് എത്ര ന്യൂട്രോൺ ഇജക്ട് ചെയ്യും? അതായത് ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ഒരു പ്രൊജക്ടൈലുമായിട്ട് ബോംബാർഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് മോർ ദാൻ 2 പ്രോഡക്റ്റ് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്താ പറയുക? അത് പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, several particles eject ചെയ്യുവാണെങ്കിൽ, these type of reactions are called spallation reactions. ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എത്ര ന്യൂട്രോൺസ് ഫോം ചെയ്യുന്നു എന്ന് എഴുതി നോക്കി. നമുക്ക് ടോട്ടൽ മാസ് നമ്പർ ടാലി ആകണം. നോക്ക്, ഇവിടെ 1 235. അപ്പൊ ഇതിൻ്റെ അകത്ത് 1 പ്ലസ് 235 236. ഇവിടെ എന്തുണ്ട്? 98 പ്ലസ് 136. 98 പ്ലസ് 136 എത്ര വരും? 234. ബാക്കി 2 എണ്ണം കൂടെ വേണം. പക്ഷെ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പൊ 2 എണ്ണം കൂടെ വേണമെങ്കിൽ എത്ര എണ്ണം? 2 ന്യൂട്രോൺ ഉണ്ടായിരിക്കും. ശരിയാണോ? അപ്പൊ അറ്റോമിക് നമ്പർ ബാലൻസ് ചെയ്യോ നോക്കി. 92 പ്ലസ് 0 ദാറ്റ് ഈസ് 92. ഇവിടെ എത്ര ഉണ്ട്? 40 പ്ലസ് 52 92. ഓക്കെ, പ്ലസ് 0 ദാറ്റ്സ് ഓക്കെ, ബാലൻസ്ഡ് അല്ലേ? ഇപ്പൊ 2 ന്യൂട്രോൺ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇജക്ട് ചെയ്തു. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ മറ്റൊരു ടാർഗറ്റുമായിട്ട് കൊളൈഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായി? മോർ ദാൻ 2 ഓർ സെവറൽ പാർട്ടിക്കിൾസ് ഉണ്ടായി. 2 ന്യൂട്രോണും ഒരു ടെലൂറിയവും ഒരു സിർക്കോണിയും അല്ലെ? അപ്പൊ ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ, സെവറൽ പാർട്ടിക്കിൾസ് ആയിട്ട് ഇജക്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്പെല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് സ്പെല്ലേഷൻ റിയാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരുന്നു? നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ റിയാക്ഷൻ പഠിച്ചു, റേഡിയേറ്റീവ് ക്യാപ്ചർ പഠിച്ചു, ഡയറക്റ്റ് റിയാക്ഷൻസ് പഠിച്ചു, സ്പോണ്ടേനിയസ് ഡീകേ, സ്പെല്ലേഷൻ, ദെൻ ഹൈ എനർജി റിയാക്ഷൻ. ദെൻ വാട്ട് വിൽ ബി ഹൈ എനർജി റിയാക്ഷൻ? അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഹൈ എനർജി റിയാക്ഷൻസ് എന്തായിരിക്കും? അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എനർജി റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഹൈ എനർജി റേഞ്ചോടുകൂടി നടക്കുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ഹൈ എനർജി റിയാക്ഷൻ. ഹൈ എനർജി റിയാക്ഷൻ, അതായത് എനർജി ഇൻവോൾവ് ഈസ് വെരി ഹൈ ഓർ മോർ ഗ്രേറ്റർ ദാൻ, എനർജി ഗ്രേറ്റർ ദാൻ 150 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, എനർജിയേക്കാൾ കൂടുതൽ എനർജി ഇൻവോൾവ് ആവുന്ന റിയാക്ഷൻ, സ്പെല്ലേഷൻ പ്രോസസ്സിൽ ഇത്രയും ഹയർ എനർജി ഇൻവോൾവ് ആവുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ എനർജി റിയാക്ഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹെവി അയോൺ റിയാക്ഷൻസ്. ഹെവി അയോൺ റിയാക്ഷൻസ് എന്തായിരിക്കും? ഹെവി അയോൺ റിയാക്ഷൻസ്. ഈ ഹെവി അയോൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ അയോൺസ് ഹെവി അയോൺസ് ആണെങ്കിൽ, ഓർ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻഡ്യൂസ്ഡ് ബൈ ഹെവി അയോൺസ്. അയോൺസ് മീൻസ് ഹെവി മീൻസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. അതായത് അറ്റോമിക് നമ്പർ 12 അതിനേക്കാൾ കൂടിയ, സോറി അറ്റോമിക് നമ്പർ അല്ല, എ മാസ് നമ്പർ, അതിനേക്കാൾ കൂടിയ പ്രൊജക്ടൈൽ കൊണ്ട് നമ്മൾ കൊളൈഡ് ചെയ്യുമ്പോൾ, ബോംബാർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹെവി അയോൺ റിയാക്ഷൻസ് എന്ന് പറയുക. ഓക്കെ, ദെൻ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഒന്ന് നോക്കാം. ഡിസിൻറ്റഗ്രേഷൻ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഡിസിൻറ്റഗ്രേഷൻ റിയാക്ഷനിൽ നമ്മൾ കൊളൈഡ് ചെയ്യുന്ന ടാർഗറ്റും പ്രൊജക്ടൈലും ഇൻജെക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ? Then അതിൻ്റെ അകത്ത് ഗാമ റേ ഇൻവോൾവ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഡിസിൻറ്റഗ്രേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് റേഡിയേറ്റീവ് ക്യാപ്ചർ. അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു? ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഫോം ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ഗാമ റേ ഇജക്ട് ചെയ്യും.
Then direct reactions are of two types, stripping and pickup reaction. In stripping reaction എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുനിന്ന് projectile particle loses the nucleons, and in pickup reaction projectile particle gain the nucleon from target nucleus. Okay. The next is spontaneous decay. They are alpha and beta decay, നമുക്കറിയാം. Then spallation reaction എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് projectile and target nuclei collide ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Several particles are ejected. It is called a spallation reaction. And the next is high energy reaction. That is reaction involved in the energy greater than 150 mega electron volt ആയിരിക്കുക. Or if the ion is very high, അതിൻ്റെ അകത്ത് collide ചെയ്യുന്ന ion വളരെ heavy ion ആണെങ്കിൽ it is called a heavy ion reactions. Okay. Then nuclear reactions ne നമുക്ക് ഇപ്പോൾ വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് ഈ ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ കേസിൽ പോസിബിൾ ആണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞൊരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സാമ്പിൾ എഴുതിയത് Y+B അല്ലെ. ഇതിൻ്റെ അകത്ത് ഈ വലിയ ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് പറയും? ടാർഗറ്റ് ന്യൂക്ലിയസ്. അതായത് അത് റെസ്റ്റിലിരിക്കുന്ന ന്യൂക്ലിയസ് ആണെന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ എ എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ അല്ലെ, ഹൈ എനർജി നമ്മൾ വന്ന് കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിളിനാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുക. അതിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന പ്രോഡക്റ്റ് ന്യൂക്ലിയസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ അകത്ത് ഈ കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾ, അതായത് ഈ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്, ഈ പ്രൊജക്റ്റൈലിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റൈലിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ചാർജ്ഡ് പാർട്ടിക്കിൾ റിയാക്ഷൻസ്. ചാർജ്ഡ് പാർട്ടിക്കിൾ റിയാക്ഷൻസ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ റിയാക്ഷൻസ്, രണ്ടാമത്തത് ന്യൂട്രോൺ റിയാക്ഷൻസ്. ന്യൂട്രോൺ റിയാക്ഷൻസ്. മൂന്നാമത്തത് ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ്. പിന്നെ ഫോർത്ത് വൺ ഈസ് ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻസ്. ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻസ്. Okay, for charged particle reactions, neutron reactions, photon induced reactions and electron induced reaction. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചാർജ്ഡ് പാർട്ടിക്കിൾ റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച സമയത്ത് നമ്മുടെ ഈ പ്രൊജക്റ്റൈല് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് പ്രൊജക്റ്റൈൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്? പ്രോട്ടോൺ ആകാം, ആൽഫ പാർട്ടിക്കിൾസ് ആകാം, ന്യൂട്രോൺ ആകാം അല്ലെ. ഇങ്ങനെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ, പ്രോട്ടോൺ മീൻസ് ഹൈഡ്രജൻ 1, ആൽഫ മീൻസ് He2 4 ഹീലിയം ന്യൂക്ലിയസ് അല്ലെ, ന്യൂട്രോൺ മീൻസ് H12 ഓർ ട്രിഷ്യം 1, 3 എക്സെട്ര. ഏതെങ്കിലും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ റിയാക്ഷൻസ്. നമ്മൾ എഴുതിയതിൽ നിന്ന് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമല്ലോ. കണ്ടോ, ഇവിടുത്തെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, ഹീലിയം ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് പ്രൊജക്റ്റൈൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ റിയാക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ന്യൂട്രോൺ റിയാക്ഷൻസ്. എന്തായിരിക്കും? അതിൻ്റെ അകത്തുള്ള പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ന്യൂട്രോൺ ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്രോൺ റിയാക്ഷൻസ്. അതും നമ്മൾ എഴുതിയ കേസിലുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഗാമ റേ ഇൻവോൾവ് ആവുന്ന, ഓർ ഗാമ റേ പ്രൊഡ്യൂസ്ഡ് ബൈ റിയാക്ഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗാമ റേസ്. അപ്പൊ ഗാമ റേസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ദെൻ ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് രണ്ടിനും. നോക്കാം. ഇത് നോക്ക്, ഇതേതായിരിക്കും? ന്യൂട്രോൺ ആണ് പ്രൊജക്റ്റൈൽ, സോ ഇറ്റ് ഈസ് ന്യൂട്രോൺ റിയാക്ഷൻ. ഈ കേസിൽ ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻ കണ്ടോ, ഇതിൻ്റെ അകത്തെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്, സോ ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻ. ദെൻ ഹിയർ ഇറ്റ് ഈസ് ഇതെന്തായിരിക്കും? ന്യൂട്രോൺ റിയാക്ഷൻ ആണ്, കാരണം ഇതിൻ്റെ ന്യൂട്രോൺ ആണ്. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇടാം. ഇറ്റ് ഈസ് ഓൾസോ ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻ. ഈ കേസിലും ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻ ആണ് അല്ലെ. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? ഇത് ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്, കാരണം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് ഗാമ പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഓരോന്നും നോട്ട്സ് ആയിട്ട് എഴുതുക.
പിന്നെ അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്ന റിയാക്ഷൻസ് എല്ലാം ബാലൻസ് ചെയ്യാനും പഠിക്കുക. അക്കൂട്ടത്തിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന പാർട്ടുണ്ടല്ലോ, എന്താ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഉള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഈ 4 ക്ലാസിഫിക്കേഷൻ: ചാർജ്ഡ് പാർട്ടിക്കിൾ, ന്യൂട്രോൺ, ഫോട്ടോ ന്യൂക്ലിയർ ആൻഡ് ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ഈ 4 പാർട്ടിക്കിളിന്റെ എക്സാമ്പിൾ നമ്മൾ ഇതിന്റെ മുമ്പിലത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഓരോന്നും വേർതിരിച്ച് ഇതിന്റെ ഓരോന്നിന്റെയും പാർട്ട് അസൈൻമെന്റ് ആയിട്ട് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം.